ഹായ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ കറുത്തുംകുല ടോപ്പ് കയറാനാണ്. അപ്പോൾ നിങ്ങൾ ഇതിന് മുമ്പ് ഒരു വീഡിയോ ഉണ്ടാവുന്നു, ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് പോകാം. കഴിഞ്ഞ ദിവസം ഞാൻ വന്നിട്ട് എനിക്ക് വയ്യാണ്ടായൊരു സിറ്റുവേഷൻ ആയിരുന്നത്. അപ്പോൾ അതൊന്ന് കണ്ടിട്ട് പോവാം. അപ്പോൾ നമ്മളിപ്പോൾ നമ്മുടെ സൈക്കിളേ കഴിഞ്ഞ ദിവസം ഇവിടെ മേളിലാണ് വെച്ചത്, ഒരു BROയുടെ ഓഫീസിൽ വെച്ചാൽ. അപ്പോൾ അങ്ങാടേക്ക് നടന്ന് പോയിക്കൊണ്ടിരിക്കുന്നത് സാധനങ്ങൾ ഇതേ. അപ്പോൾ ഞാനപ്പോൾ അങ്ങാടേക്ക് നടന്നു പോയിക്കൊണ്ടിരിക്കണേ. അപ്പോൾ വല്ല ലിഫ്റ്റ് കിട്ടുമെങ്കിൽ ലിഫ്റ്റ് അടിച്ച് അങ്ങോട്ട് പോവാം. ലിഫ്റ്റ് അടിച്ച് അങ്ങനെ പോവാം. കാരണം നമുക്ക് നടന്ന് എത്തൂല, ഒരുപാടുണ്ട്. കാരണം ഞാൻ തള്ളി ഇതാക്കിയാണ് അത്രയും കിലോമീറ്റർ കയറ്റിയത്. 30 അടുത്ത് കിലോമീറ്റർ ഞാൻ കയറ്റി. അപ്പോൾ എന്തായാലും വല്ല വണ്ടി വല്ലതും വന്നെങ്കിൽ നോക്കാം. ഇതാണ് കേട്ടോ റോഡ് വന്നത്. ഇപ്പോൾ ഹെൽത്തൊക്കെ അത്യാവശ്യം ഓക്കെയാണ് നമ്മുടെ. അപ്പോൾ അത് കാരണം കുഴപ്പമില്ല. എന്തായാലും പോയി നോക്കാം. ആ പോണ കാറിലാണ് നമ്മൾ വന്നത്. ആള് വീഡിയോ എടുക്കണ്ടെന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ വീഡിയോ എടുക്കാനാ. പിന്നെ നമ്മൾ സൈക്കിൾ വെച്ചത് കണ്ടില്ലേ, ഇവിടെയാണ് BROയുടെ ഇതിലാണ് വെച്ചേക്കണം. ഇവരാണ് ഇവിടുത്തെ ഫുള്ള് റോഡ് കാര്യങ്ങളൊക്കെ ഫുള്ള് സെറ്റ് ചെയ്യണം. BRO വേണ്ട. കാരണം ഇവിടെ നമ്മുടെ ഫുള്ള്, അതായത് എല്ലാ സ്ഥലത്തും ഇത് ചെയ്യണം ഇവരാണ്. ഈ ലഡാക്ക് ഫുള്ള്, പിന്നെ നമ്മുടെ എനിക്ക് തോന്നുന്നു കാശ്മീർ അവിടെ നിന്ന് ഇങ്ങാടേക്ക് ഫുള്ള് ചെയ്യണം ഇവരാന്ന് തോന്നുന്നു. വണ്ടിയൊക്കെ നോക്കി ഈ ഒരു കയറ്റം കൊണ്ട് നമുക്ക് കയറി പോകണ്ട കേട്ടാ. എങ്ങനെയാവുമെന്ന് അറിയില്ല. നമുക്ക് എന്തായാലും സൈക്കിളിൻ്റെ അവസ്ഥ എന്താണെന്ന് നോക്കാം. സൈക്കിൾ അവിടെ തന്നെ ഉണ്ടായാൽ മതിയായിരുന്നു. അങ്ങനെ നമ്മുടെ സൈക്കിളിൻ്റെ അവിടെ വന്നിട്ട് അതേ സൈക്കിളെടുത്ത് ഒരു കുഴപ്പമില്ല, സെറ്റായിട്ടുണ്ട് അല്ലേ. എന്തായാലും നമുക്ക് കറുത്തുംകുലയിലേക്ക് കയറാം. ഇനി ഇവിടെ നിന്നുണ്ട് 30 കിലോമീറ്ററിൻ്റെ അടുത്തുണ്ട്. 30 അല്ല 28 കിലോമീറ്റർ എന്തോണ്ട് ഇനി കറക്റ്റ്. എന്തായാലും നമുക്ക് അങ്ങോട്ട് പോവാം. താങ്ക് യു. ഇതിലേക്ക് നമ്മളിപ്പോൾ കണ്ടേണ്ട നമ്മൾ ഇപ്പോൾ ഒന്ന് സൈക്കിളൊന്ന് ചവിട്ടി ഇറങ്ങിയപ്പോൾ തന്നെ കണ്ടതാണ്. അപ്പോൾ ഇനി മുന്നോട്ട് പോകുമ്പോൾ ഒരുപാട് ആൾക്കാരെ കാണാനുണ്ട്. കാരണം വളരെയധികം സന്തോഷമുണ്ട് ഇവരെ കാണുക. ഇനി നമ്മൾ കറുത്തുംകുലയിലേക്ക് ആ ഒരു പാസ് പോണ റൂട്ടിൽ വെച്ച് കണ്ടേ. ഇനി എന്തായാലും നമുക്ക് മുന്നോട്ട് പോകാം. നമ്മളിപ്പോൾ കറുത്തുംകുല പാസ് കയറി അവിടുന്ന് വണ്ടിയൊക്കെ എടുത്ത് കുറച്ച് ഫ്രണ്ടിലേക്ക് വന്നപ്പോൾ കുറച്ച് നമ്മുടെ നാട്ടിലെ മലയാളികൾ കണ്ടത്. നമ്മുടെ നാട്ടുകാരാണ്, എറണാകുളംകാരാ. ബ്രോ അത് പരിചയപ്പെടുത്തുന്നത് എവിടെയാണ് പേരെങ്ങനെ? സ്ഥലം നോർത്തലൂരി. സന്ദീപ് കൊടുങ്ങല്ലൂർ. ഒരാളും കൂടെ ഉണ്ട്, ആൾ തിരക്കിലാണ്. അപ്പോൾ കണ്ടതിൽ വളരെ സന്തോഷമായിട്ടോ. കാരണം നമ്മുടെ നാട്ടുകാർ, അതായത് മലയാളികളെ കാണുമ്പോൾ തന്നെ നമുക്ക് എല്ലാ സന്തോഷമായിട്ട് ഒരാൾ വരുന്നുണ്ട്. പരിചയപ്പെടുത്തുന്നത് സന്ദീപ്. ആപ്പിളൊക്കെ തന്നിട്ടുണ്ട്. ആപ്പിൾ ഉണ്ടാവാൻ വേണ്ടിയിട്ട് പറഞ്ഞു. അപ്പൊ എന്തായാലും യാത്രകളൊക്കെ അടിപൊളിയാട്ടെ. എന്തായാലും അല്ലേ, ഹാപ്പി കണ്ടതിൽ സന്തോഷം. ഇവര് മാത്രമല്ല കേട്ടോ, ഒരുപാട് ആളുകൾ വന്നറിഞ്ഞേ. കണ്ടതിൽ വളരെ സന്തോഷം. എല്ലാവരും നിർത്തി സംസാരിക്കുകയും ചെയ്ത്. കാരണം ഈ റോഡ് നിങ്ങൾ കണ്ടില്ലേ, ഇവിടെ അധികം നേരം നിർത്താനും പറ്റൂല, വണ്ടികൾ വരും. അപ്പോൾ പണിയാണ്. അപ്പോൾ ഒരുപാട് മലയാളീസൊക്കെ ഉണ്ട്. വളരെയധികം സന്തോഷമുണ്ട്. എന്തായാലും നമ്മൾ കറുത്തുംകുലയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നതാണ്. കണ്ടില്ലേ, ശരിക്കും ഉണ്ടല്ല, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സൈക്കിളിനൊക്കെ വന്നവരാ സമ്മതിക്കണം കേട്ടോ. അതും വണ്ടിയിൽ വെച്ചല്ലാണ്ട് റോഡിലൂടെ ഇങ്ങനെ ഒന്നിലേക്ക് തള്ളിയാ അല്ലെങ്കിൽ ചവിട്ടിയാ കൊണ്ടുപോകണവരെയൊക്കെ സമ്മതിക്കണം. എൻ്റെ പൊന്നു, ഞാനിപ്പോൾ 2ാമത്തെ ദിവസമാണ് എനിക്ക് തോന്നണേ. ഞാൻ ആദ്യത്തെ ദിവസം അവിടെ വണ്ടി വെച്ചല്ല, അവിടെ വെച്ചപ്പോൾ തന്നെ വൈകിട്ടായി. സൈക്കിൾ ഔട്ടി തള്ളിക്കൊണ്ടുവന്നിട്ട് ഏകദേശം 42 കിലോമീറ്റർ എന്തോ ഉണ്ട് ഇവിടുന്ന്. ഇതും 2 ദിവസം എടുത്ത്. എന്ത് പറയാനറിയില്ല. നല്ല ഇവരൊക്കെ സമ്മതിക്കണം കേട്ടോ, സൈക്കിള് കയറ്റണവരെയൊക്കെ. നോക്കിയേ സൈക്കിള് നോക്കിയേ, നമ്മുടെ വന്ന റോഡ് ഇത് കണ്ടില്ലേ. ആ വണ്ടിയൊക്കെ പോണ നോക്കി. ഇതിങ്ങനെ ഇറങ്ങി ഇങ്ങനെ ഒരു ബസ്സൊക്കെ വന്നിട്ട് അവിടെ. ഇതാണ് റോഡ്. എന്താവും അറിയില്ല. ഇനി ഏകദേശം 24 കിലോമീറ്റർ കൂടെ ഉണ്ട്. നമുക്ക് എന്തായാലും ഇനി മേലിലേക്ക് കയറണം. എന്തായാലും നമുക്ക് കയറണം. അങ്ങനെ വിചാരിക്കണേ. എത്രയും
എത്രത്തോളം പോകുമെന്ന് അറിയില്ല. എന്തായാലും നമുക്ക് മുന്നോട്ട് തന്നെ പോവാം. കയറുന്ന വഴിക്ക് വന്ന വഴിക്ക് ഇവിടെ ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട് കേട്ടോ, പോലീസിൻ്റെ. അതിൻ്റെ ഇപ്പുറത്ത് പുറകിൽ ആർമിയാണ്, അങ്ങറിയാൻ വീഡിയോ എടുക്കാനുള്ള. അപ്പോൾ നമുക്കിവിടെ ഒന്ന് എഴുതിയിട്ട് വേണം പോകാൻ കർത്തുങ്കിലേക്ക്. എന്നിട്ട് റിട്ടേൺ വരുമ്പോൾ പിന്നെ ഒന്ന് എഴുതണം നമ്മൾ വന്നെന്ന് പറഞ്ഞ്. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ട്. അങ്ങനെ അവസാനം നമ്മൾ കർത്തുങ്കല പാസ് കയറിയിട്ടാ. കിട്ടാനുള്ള തണുപ്പാണ്, കൈയൊക്കെ കണ്ടില്ലേ മഞ്ഞാണ് ഫുള്ള്. അതെ, അവിടെയാണ് കർത്തുങ്കല പാസ്. നമുക്ക് അങ്ങനെ പോവാം. കുറേ ഒന്നും റെക്കോർഡ് ചെയ്യാൻ പറ്റില്ല വന്ന വഴിക്ക്, ഒന്നും പറ്റില്ല. കൈയൊക്കെ കണ്ടില്ലേ ഫുള്ള് തണുത്ത് മരവിച്ച്. ഞാൻ ഗ്ലൗസ് ഇട്ടിട്ടും പറ്റില്ല അല്ലേ. അങ്ങനെ നമ്മുടെ ലക്ഷ്യം 7 ദിവസം നമ്മൾ റെസ്റ്റ് എടുത്ത് പനി സംസാരിക്കാൻ പറ്റില്ല, പനി പിടിച്ചും അല്ലാണ്ട് കുറച്ച് അസുഖങ്ങളായിട്ട് നമ്മൾ റെസ്റ്റ് ആയിരുന്നു. എന്നിട്ട് നമ്മൾ നമ്മുടെ ഡ്രീമായ കർത്തുങ്കല പാസ്, അതായത് വേൾഡ് ഹയസ്റ്റ് ഫസ്റ്റ് മോട്ടോർ പാസ് ആയിരുന്ന, അതായത് ഇപ്പോഴത്തെ സെക്കൻഡ് മോട്ടോർ പാസ്സായ കർത്തുങ്കല പാസ്സാണ് നമ്മൾ കീഴടക്കിയേക്കണത്. ഞാൻ കാണിച്ചു തരാം വീഡിയോ. എനിക്ക് വീഡിയോ എടുക്കാൻ പോലും പറ്റില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. കയ്യൊക്കെ കണ്ടില്ലേ, നമ്മുടെ സൈക്കിൾ ഇതേ ഇവിടെ ഉണ്ട്. നമ്മൾ നിൽക്കുന്നത് ഇതേ കർത്തുങ്കല പാസിലാണ്. ഹൈ സാർ. കാരണം വളരെയധികം സന്തോഷമുണ്ട്. ഞാൻ 7 ദിവസം എന്നെ കൊണ്ട് പറ്റണുണ്ടായിരുന്നില്ല. ഭയങ്കര പനി, തലവേദന, വയറുവേദന ഇതൊക്കെ ആയിട്ട് എനിക്ക് ഒട്ടും പറ്റണ്ടായിരുന്നില്ല. ഞാൻ എന്നിട്ടും ഈ ഒരു കർത്തുങ്കല പാസ് കയറണോ എന്നുള്ളൊരു പറയാം, ഒരു മിഷൻ എന്നൊക്കെ പറയാം. അങ്ങനെ നമ്മൾ കയറി. 17,982 ഫീറ്റാണ് കേട്ടോ നമ്മൾ കയറിയ. വേൾഡ് ഹയസ്റ്റ് മോട്ടോർ പാസ്സായിരുന്നു ഇത്. ഇപ്പോൾ 2ാമതാണ്. ഇപ്പോൾ ഫസ്റ്റ് ഇപ്പോൾ ഉംബ്ലിംഗ്ല പാസ്സാണ്. അത് നമുക്ക് ഇപ്പോൾ വെയിൽ വന്നിട്ടുണ്ട് ചെറിയ. ഹായ്, കുറച്ച് പേരുണ്ട്. ഹായ്, നമ്മൾ വന്നവഴിക്ക് ഒരാളെ കണ്ടാണ്. ഹായ് ബ്രോ. Very nice. You're from? I'm from Germany. Germany. He also makes vlogs. Yeah, you're from? Yeah. I'm from India only. Yeah, okay. But this guy is taking this drive to next level by bicycle. This is my This is his bicycle. Yeah, I am just driving by motorbike. The motorbike is driving me. But put the energy into driving the bicycle from Kerala to Kashmir, and in addition do the Kardungla pass. Yeah. Amazing. Thank you. Props to you. Thank you, brother. Thank you, brother. Yeah. So, how was the trip? നമ്മൾ ഇവരെയൊക്കെ കണ്ടിട്ട് വളരെ സന്തോഷമുണ്ട്. കൈയൊക്കെ എൻ്റെ പൊന്നോ, എനിക്ക് അയ്യോ തെറ്റിപ്പോരെ. അപ്പോൾ നമ്മളെന്തായാലും ഇവിടുന്ന് ഇറങ്ങുന്നതാണ്. നമ്മുടെ ഇവിടെ മൊത്തം കണ്ട് എനിക്ക് വീഡിയോ ഒന്നും ചെയ്യാൻ പറ്റില്ല, കൈയും മുഖമൊക്കെ ആകെ സീനാണ്. അപ്പോൾ എന്തായാലും നമുക്ക് ഇവിടുന്ന് ഇറങ്ങാം. അങ്ങനെ നമ്മൾ കർത്തുങ്കല പാസിൽ നിന്ന് ഇറങ്ങി നമ്മൾ കുറച്ചങ്ങ് പോകുന്നട്ടാ. ഇതാണ്ട് നമ്മുടെ സൈക്കിൾ ഇരിക്കണ്. ഇഷ്ടംമാതിരി ഫുള്ള് പറഫാണ്ട് ഇവിടെ, മഞ്ഞ് വീണ് കിടക്കണുണ്ട് ഇവിടെ. ഹായ്, ഇതാണ്ട കാഴ്ച ഫുള്ള് മഞ്ഞാണ്ടാ. കാരണം എനിക്ക് ഒന്നും ഷൂട്ട് ചെയ്യാൻ പറ്റാണ്ടാകുന്നില്ല പല കാര്യങ്ങളും. കാരണം എൻ്റെ കൈയൊക്കെ ആകെ ഇടങ്ങിയാലടി. കൈയിൻ്റെ കോലം നോക്കിയാൽ കാണാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ആകെ കൈയൊക്കെ ഫുള്ള് ഇടങ്ങേറായിട്ട് ഇരിക്കുന്നത്. എന്താണെന്നറിയില്ല. ഗ്ലൗസ് ഇട്ടിട്ടും പറ്റണല്ലോ കേട്ടോ. ഗ്ലൗസ് കുറച്ച് ഇടങ്ങേറാണ് ഗ്ലൗസ് ഇട്ടിട്ടും. കണ്ടില്ല, നമുക്ക് ഇറങ്ങാനുള്ള വഴിയാണ്. അടി കൂടെ വണ്ടിയൊക്കെ പോകണണ്ട. ഒരുപാട് ഇറങ്ങാണ്ട്, ഒരുപാട് ദൂരം ഇറങ്ങാണ്ട്. ഇപ്പം എന്തായാലും ഹേ ബ്രോ, you are going to where today? Leh. Okay. Then next tomorrow? Maybe Srinagar. Oh, okay. I don't know. I need to check fast. Okay. Oh, nice, bro. Do you have for tonight's dinner? Yeah? Dinner? Food? Yeah. Where? In my I am staying here, the Leh airport, hai na? Leh airport. You want to have dinner together? Yeah. Yeah, where? There, I am at that checkpoint. That checkpoint.
in army cab है ना here one army cab ऊपर hi the checkpoint we will write information that place we will give food some food Okay. yeah actually actually I'm are you eating Yes, I'm very hungry. okay you going to where in town Main market. yeah Yeah. market okay we will meet in down yeah meeting in Leh Yeah, meeting late. okay sure Hey. Yeah. Okay, just stop. Do you have internet? Do you have service? 1 minute Add me on Instagram and text me. Let's have dinner together. yeah in internet yes your Minimal style. Minimal. അങ്ങനെ ഈ രാത്രിയിൽ നല്ല തണുപ്പും കാര്യങ്ങളൊക്കെ എന്താ വന്നവഴിക്ക് രക്ഷണ്ടാവുന്നില്ല അതേ സൈക്കിള് ഇവിടെ വെച്ചിട്ടുണ്ട് ഇത് നമ്മള് നേരത്തെ കിടന്ന സ്ഥലത്ത് ഹായ് ഹവറിയു Fine. ഫൈൻ അപ്പൊ നമ്മ കിടന്ന സ്ഥലത്ത് തന്നെ വീണ്ടും വന്നിട്ടുണ്ട് എന്താ കൈയും ഇതൊക്കെ ഫുള്ള് ബോഡിയൊക്കെ ഫുള്ള് ഐസായ പോലെ പോയി അപ്പൊ നമ്മൾ അവിടുന്ന് പോകുന്നു അപ്പൊ ഇവിടെ ഒരു കണക്കിന് എത്തിയേട്ടാ അപ്പൊ നമുക്ക് അന്വേഷിച്ച് വീഡിയോസും കാര്യങ്ങളൊന്നും ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല കുറേയൊന്നും അപ്പോൾ അങ്ങനെ കുറച്ച് പ്രശ്നങ്ങളുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക ഇത്രേ ഉള്ളൂ